വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയമുടത്ത്. വിഷ്ണുവാചാത്തൻ്റെ ശക്തി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ അത് അറിഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്, അറിയാത്തവരുണ്ട്. അപ്പം അദ്ദേഹം അതിൽ ഏതൊരു കാര്യത്തിനും നമുക്ക് കൂടെ നിൽക്കും. അദ്ദേഹം ഇടവും വലവും മുൻപും പിൻപും നിൽക്കും. പക്ഷെ അദ്ദേഹത്തിന് നല്ലൊരു അവസ്ഥയായിരിക്കണം. പറഞ്ഞു വന്നത് എൻ്റെ ഒരു പൂജയുടെ അനുഭവമാണ്. ഒരു വീട്ടുകാർക്ക് പലതരത്തിലുള്ള രോഗാവസ്ഥകളും ദുരിതങ്ങളും അങ്ങനെ മാസങ്ങളോളം വർഷങ്ങളോളം അവർ അനുഭവിച്ചു കൊണ്ട് നടക്കുകയായിരുന്നു. അപ്പം അങ്ങനെ പല പ്രശ്നങ്ങൾ വയ്ക്കുമ്പോഴും അതേപോലെ തന്നെ പല പ്രശ്നങ്ങൾ അങ്ങനെ പരിഹാരങ്ങൾ ചെയ്യുമ്പോഴും അവരുടെ വീട്ടിൽ പൂർവികരായിട്ട് ഗുരുമുത്തച്ഛന്മാരായിട്ട് വിഷ്ണുവാചാത്തൻ, അതേപോലെ മലബാരൻ ദൈവങ്ങൾ, പ്രത്യേകിച്ച് കരിങ്കുട്ടി, നാഗങ്ങൾ, ഇതൊക്കെ ഉള്ളതായിട്ടുള്ള സംഭവങ്ങൾ പറയും. എന്നും പറയാം അവരോട്. ഓരോ സ്ഥലത്ത് മാറി മാറി നോക്കും. അപ്പം വീട്ടിലത്തെ ധർമ്മദൈവങ്ങളെ ദുരിതങ്ങളെ കൊണ്ടാണ് ആയതുകൊണ്ട് അവർക്ക് ഇരിക്കാനായിട്ടൊരു ഇരിപ്പിടം ഉണ്ടാക്കണം എന്നുള്ളതായ ആവശ്യം അവർ പറയാറുണ്ട്. അങ്ങനെ അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തും വന്നു. എൻ്റെ അടുത്തും നോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് പിന്നെ ഞാനായിട്ടുള്ള പിടുത്തം വിട്ടു. വേറെ ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് വന്ന് അവരത് നോക്കിയറിഞ്ഞ് അതിനവിടെ കുടിവെച്ചു. വിഷ്ണുവായ മുത്തച്ഛൻ ദേവി, പിന്നെ മലബാരത്തമ്മ, അവർ സങ്കല്പത്തിലാണ് ഇരിക്കുന്നത്. അങ്ങനെ അപ്പം അതുകൊണ്ട് അവരുടെ ഏറെക്കുറെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു. വെച്ചിട്ടുള്ള ആൾക്ക് വളരെയധികം ശാരീരികമായിട്ടുള്ള അവശതകൾ നേരിടുന്നൊരു വ്യക്തിയാണ്. അപ്പം അത് ഇതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ എണീറ്റ് നടക്കാൻ പറ്റുന്നത് എന്ന് അദ്ദേഹത്തിന് ബോധ്യമാണ്. നെഗറ്റീവായിട്ടല്ല ചിന്തിക്കണം. വേറെ വല്ലവരൊക്കെ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര കഷ്ടപ്പാടൊക്കെ ചെയ്തിട്ട് സാമ്പത്തികമൊക്കെ ഇറക്കിയിട്ട് ഈ ദൈവങ്ങളെ കൂടെ കൂടി വെച്ചു, അത് വെച്ചതിൻ്റെ അന്ന് മുതൽ ഞാൻ കിടപ്പായി, അല്ലെങ്കിൽ എനിക്ക് വളരെ ദുരിതങ്ങളായി, അവരൊന്നും ഇവിടെ വേണ്ട, അല്ലെങ്കിൽ അത് വെച്ച് ശരിയായില്ല, അങ്ങനെയൊക്കെ വിമർശിക്കാം. പക്ഷെ അദ്ദേഹം വിചാരിക്കുന്നത് പറഞ്ഞാൽ ഇവരുള്ളത് കൊണ്ടാണ് എനിക്ക് 2 ദിവസം കൂടുതൽ ഭൂമിയിൽ നിൽക്കാൻ പറ്റണത് എന്നുള്ളതാണ്. അപ്പം അദ്ദേഹത്തിന് 2 കിഡ്നിയും പോയിട്ടുള്ളതാണ്. അപ്പോൾ വളരെയധികം കാര്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലും കൂടിയാണ് അദ്ദേഹം നടക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഇതുപോലെ പല കുടുംബങ്ങളിൽ ഉണ്ടാകാം. അപ്പം അത് ശ്രദ്ധിക്കണം. ധർമ്മദൈവങ്ങളെ കുടിയിരുത്തി കഴിഞ്ഞാൽ അവർക്ക് വേണമെന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പം ഈ ഇവിടെ പ്രതിഷ്ഠകൾ വെച്ചു, അങ്ങനെ 2-3 കൊല്ലം കഴിഞ്ഞു, വർഷാവർഷം കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ആ കർമ്മങ്ങൾ ചെയ്തു പോരുന്ന അവസരത്തിലാണ് കഴിഞ്ഞ തവണത്തെ, അതായത് ഒരു തവണത്തെ പ്രതിഷ്ഠാദിനം, അതിനോടനുബന്ധിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യാൻ വിട്ടുപോയി. കാരണം സാമ്പത്തികമില്ല, സഹായിക്കാൻ ആരുമില്ല. അങ്ങനെ രോഗാവസ്ഥയിലും കൂടി അങ്ങനെ വന്ന് നോക്കുമ്പോഴാണ് ഇപ്പം രോഗം ഉണ്ട് വെച്ചാൽ പൈസ ഉണ്ട് വെച്ചാൽ കാര്യം നടത്താമല്ലോ. അപ്പം അത് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് കുഴപ്പമില്ല, ഭഗവാൻ അതുകൊണ്ട് സഹകരിച്ച് അവിടെ നിന്നിരുന്നു, ഇവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ ഇരിക്കലാണ് ഇവർക്ക് വീടിനൊക്കെ ആയിട്ട് തന്നെ കുറച്ച് ഫണ്ട് ഇവർക്ക് കിട്ടണ്ടേ. പറഞ്ഞു വന്നത് മനസ്സിലാക്കാനുള്ള കാര്യമാണ് കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഈ കാരണം മറ്റു കുടുംബത്തിലെ പല ആളുകൾക്കും അതേപോലെ തന്നെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതൊരു ഉദാഹരണം മാത്രമാണത്. അപ്പം ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഫണ്ട് കിട്ടി. ആ ഫണ്ട് കിട്ടി നോക്കുമ്പോൾ ഇവരുടെ വീടിൻ്റെ പണി തകൃതിയായിട്ട് നടക്കാനായിട്ട് തുടങ്ങി. അതിലും ആൾ കുറ്റം പറഞ്ഞിട്ടില്ല. കൃഷ്ണമായി അതിൽ എതിർപ്പല്ല, അവരുണ്ടാക്കി തരാനാണ് നോക്കിയിട്ടുള്ളത്. അത് പിന്നീട് മനസ്സിലാവാം നമുക്ക്. അപ്പം അങ്ങനെ അവർ വീടിൻ്റെ ഒരു പണി മുക്കാൽ ഭാഗം കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവർ വീട്ടിലെല്ലാവരും വീഴുക, പിന്നെ അതേപോലെ തന്നെ രോഗങ്ങൾ നിൽക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വർദ്ധിച്ചു വന്നു. അപ്പോൾ അത് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ ഈ പ്രതിഷ്ഠ വെച്ചെന്ന് ഞാനല്ല, എങ്കിലും അതിനുശേഷം കർമ്മങ്ങൾ കൊടുക്കാനായിട്ട് 1-2 തവണ കർമ്മങ്ങൾ കൊടുക്കാനായിട്ട് ഞാനാണ് പോയിട്ടുണ്ടായിരുന്നത്, ഞാനാണ് കൊടുത്തിട്ടുള്ളത്. വളരെ സന്തോഷം, അവർക്ക് സന്തോഷമായി. അപ്പോൾ ആ ഒരു ഇതിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ സത്യസ്വാമി എന്ന് വിളിക്കും, സത്യേട്ടെന്ന് വിളിക്കും, എനിക്ക് തീരെ വയ്യ, വീട്ടിലാകെ പ്രശ്നങ്ങളാണ് ഉള്ളത്, എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല, എനിക്ക് വരെ പറ്റുന്നില്ല. അപ്പോൾ എന്താ ഉണ്ടായി എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ
കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോവുമായിരുന്നു. അങ്ങനെ വീട്ടിന് കുറച്ച് പൈസ കിട്ടി. അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും നമുക്ക് കൂടുതൽ ക്ഷീണം തോന്നുന്നത്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നാവുന്ന ഒരു മറുപടി ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇതാ വേറെ വേറെ പ്രത്യേകിച്ച് എവിടേക്കും പോകണ്ട, വിഷുവായിക്ക് നല്ലൊരു കർമ്മം ചെയ്തോളൂ. അതിനിപ്പോൾ ആരും ഇല്ലെങ്കിലും വേണ്ടില്ല, നിങ്ങൾക്ക് പറ്റുന്നത് പോലെ അവിടെ നല്ലൊരു കർമ്മം ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് അത് തൃപ്തിയായില്ല. എങ്കിലും അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ വേറെ ജ്യോത്സ്യൻ്റെ മുന്നേ നോക്കിയിട്ട് ജ്യോത്സ്യൻ്റെ എടുത്തിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. അപ്പോൾ പറഞ്ഞു, വിഷ്ണുവായ ഭയങ്കര കോപത്തിലാണ്, നിങ്ങൾക്ക് ഇത്ര സൗകര്യങ്ങൾ ചെയ്തു തന്നിട്ട് അദ്ദേഹത്തിന് ഒരു കർമ്മം ചെയ്യാനായിട്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇവരെന്നെ വീണ്ടും വീണ്ടും സംരക്ഷിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശക്തി നിലനിർത്തണം. ആ ശക്തി നിലനിർത്തണമെങ്കിൽ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. വാർഷികമായിട്ട് ചെയ്യുന്നൊരു കർമ്മമെങ്കിലും അവിടെ ചെയ്യണം. അപ്പം അത് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ശരിയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വിളിച്ചു, സത്യേട്ട എങ്ങനെ പ്രശ്നമുണ്ട്, സത്യേട്ട എവിടേക്കും പോകില്ല, ഇത് കഴിഞ്ഞിട്ട് പോയാൽ മതി. അങ്ങനെ ഇന്ന മാതിരിയാണ് പറഞ്ഞിട്ടുള്ളത്, അവിടെ എത്ര പെട്ടെന്ന് കർമ്മം ചെയ്യാൻ പറഞ്ഞിട്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നാളെ കഴിഞ്ഞ് ഞാൻ തമിഴ്നാട്ടിലേക്ക് പോകാം. അപ്പം അദ്ദേഹം നാളെ തന്നെ കർമ്മം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് വെച്ചു. അപ്പം അവിടെ ചെന്നതിന് ശേഷം ആൾ പറയണത്, ഇത് ചെയ്യാനായിട്ടുള്ളതായ സാധനങ്ങൾ പൂജാദ്രവ്യങ്ങളൊക്കെ മേടിച്ച് വെച്ചതിന് ശേഷമാണ് എനിക്കൊന്ന് ശരിക്കൊരു ശ്വാസം വീണിട്ടുള്ളത്, ശരീരത്തിലെ ഒരു ബുദ്ധിമുട്ട് മാറിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് എന്താന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് വളരെയധികം കെയർ ചെയ്യുന്നുണ്ട്, ഇദ്ദേഹത്തിന് വളരെയധികം സംരക്ഷണം കൊടുക്കുന്നുണ്ട് അധർമ്മ ദൈവങ്ങൾ. അതുകൊണ്ടാണ് ഒരു വർഷമായിട്ട് പ്രതിഷ്ഠാദിനം കഴിച്ചില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇല്ലായ്മയിൽ അദ്ദേഹം അത് അഡ്ജസ്റ്റ് ചെയ്ത് നടന്നു, അവർക്കും പറ്റാണ്ടായി. അപ്പം ഇവരുടെയൊക്കെ നല്ലൊരു സമയം കൊണ്ട് അല്ലെങ്കിൽ ഒരു അനുഗ്രഹങ്ങളെ കൊണ്ടാണ് കിട്ടിയിട്ടുള്ളത്. അത് കിട്ടിയിട്ടുള്ള പൈസ കിട്ടിയിട്ടുള്ളത്, അത് കിട്ടിയതിന് ശേഷം ഇതിന് വേണ്ടിയിട്ടൊന്ന് ചെയ്യാനായിട്ട് ഇവരുടെ മനസ്സുകൊണ്ട് തോന്നിയില്ല എങ്ങനെ ചെയ്യണം, കർമ്മം ചെയ്യണം എന്നുള്ളത്. ആ തോന്നല് ഉണ്ടാവാത്തത് കൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. എനിക്കിങ്ങനെ പ്രശ്നമുണ്ട്, എനിക്കും എൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ സജീവമാക്കുക, എനിക്കിങ്ങനെ ഒന്ന് ശക്തിയാക്കുക. കാരണം നാളെ ഇവരെന്നെ സംരക്ഷിക്കണമെങ്കിൽ അവർ വേണം എന്നുള്ളൊരു ഉത്തമ ബോധ്യം കൂടിയുണ്ട് അതിൽ. അപ്പോൾ അതിനുള്ള വഴികൾ അവരുണ്ടാക്കി തന്നു. ഇദ്ദേഹത്തിന് സമ്പാദിക്കാൻ പോകാൻ പറ്റിയില്ലെങ്കിലും അങ്ങനെ ഒരു ഫണ്ട് കിട്ടാനായിട്ട് ഇവരോടൊക്കെ നല്ല മനസ്സുകൊണ്ട് കിട്ടി. അപ്പോൾ പറഞ്ഞു വന്നത്, വിഷ്ണുവായ മുത്തച്ഛൻ ദേവി അതേപോലെ മറ്റു ദൈവങ്ങൾക്ക് നമ്മളവിടെ ചെന്നു നല്ലൊരു കർമ്മം കൊടുത്തു. പറ്റുന്ന കർമ്മം, അയാൾക്ക് പറ്റുന്ന കർമ്മം, സാധിക്കുന്ന കർമ്മം, വലിയ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഇവിടെ പ്രതിഷ്ഠ വയ്ക്കുമ്പോൾ നല്ല സംഖ്യ ചിലവായിട്ടുണ്ട്. ഇനി അതുപോലെ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അത്ര ഇല്ലെങ്കിലും അതിൻ്റെ ഒരു അരഭാഗമോ കാൽഭാഗമോ വരുന്നതാണ്. എങ്കിലും അതൊന്നും ഇല്ലാതെ അദ്ദേഹത്തിന് പറ്റുന്ന രൂപത്തിൽ കർമ്മങ്ങളൊക്കെ ചെയ്തു. ആൾ ഉഷാറായി. ഭഗവാൻ വിഷ്ണുവാചാത്തൻ വളരെ സന്തോഷമായി. അതിനുശേഷം അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ട് വളരെയധികം മാറ്റങ്ങളുണ്ടായി. അപ്പം ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഭഗവാന്റെ അനുഗ്രഹം ഏതൊരു കുടുംബത്തിലും അദ്ദേഹത്തിന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ശക്തി എന്ന് പറഞ്ഞാൽ അനുഭവിച്ചറിയാൻ പറ്റുന്നതാണ്. മനഃപൂർവ്വം അതില്ല എന്ന് വെക്കുന്നവർ, നടിച്ചു നടക്കുന്നവർക്ക് അവർക്ക് അതിൻ്റെതായ ഗുണം ഉണ്ടാവുള്ളൂ. ദോഷമൊന്നും അല്ലാതെ വേറൊന്നും ഉണ്ടാകില്ല. ഇതോ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ പ്രത്യക്ഷമാണ്. നമുക്കിപ്പോൾ ഒരു ചാർജ് കഴിഞ്ഞ മൊബൈല് അല്ലെങ്കിൽ ഡിസ്പ്ലേ പോയ മൊബൈല്, ഡിസ്പ്ലേ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരെയായിട്ട് കാണാൻ വിളിക്കാൻ സൗകര്യങ്ങളുണ്ട്. ഡിസ്പ്ലേ പോയാലോ അതേ അവസ്ഥ തന്നെയാണ് ദൈവത്തിൻ്റെ. അപ്പം ദൈവം വെച്ചു എന്ന് ദൈവത്തിന് കുടിയിരുത്തിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും സഹായിക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ദുരിതങ്ങളാണ് അവിടെ വന്ന് കയറുക. അപ്പോൾ ഇതൊക്കെ ഒരു അറിവാണ് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പ്രതിഷ്ഠാദിന കർമ്മങ്ങൾ ചെയ്യാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട്. കഷ്ടങ്ങളായിട്ട് അവരെ കുടിവെച്ച് ആചരിച്ചു വന്നു. പിന്നെ വർഷാവർഷം അവർക്ക് കർമ്മം ചെയ്യാനായിട്ട് സാമ്പത്തികം ഇല്ലാച്ചെങ്കിൽ അത് അവിടെ കിടക്കും. ചിലരൊക്കെ അവർക്ക് പറ്റുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് തൃപ്തിയാക്കാൻ നോക്കും. പക്ഷേ വന്നിരിക്കുന്ന വലിയ ബന്ധനങ്ങളോ അല്ലെങ്കിൽ അശുദ്ധികളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അവർക്ക് തീർക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. അതങ്ങനെ ഒരു വീഴ്ചയായി വന്നു കഴിഞ്ഞാൽ വീണ്ടും അടുത്തും വീണു. അപ്പോൾ പിന്നെ ആ കുടുംബം വീണ്ടും നശിക്കുക. പിന്നെ അവർ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. പിന്നെ ആദ്യം ചെയ്ത പോലുള്ളതായ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യണം. സാമ്പത്തികത്തിൻ്റെ നല്ല ഇത് വേണം. കാരണം സാധനങ്ങളൊക്കെ പൂജാദ്രവ്യങ്ങളൊക്കെ മേടിക്കാൻ നല്ലൊരു സംഖ്യയുണ്ട്, കർമ്മങ്ങളുണ്ട്, പറഞ്ഞ പോലെ കർമ്മങ്ങൾ. അപ്പോൾ അതിനൊക്കെ 2-3 ആളൊക്കെ വന്നിട്ട് കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതൊന്നും കൂടുതലല്ല അവർ പറയണത്. പക്ഷേ അത് മുടക്കാൻ ഒരു വ്യക്തിയുടെ കയ്യിലില്ലെങ്കിൽ അതൊരു വിഷമല്ലേ. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കുടുംബങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ, പ്രതിഷ്ഠാദിനം നടത്താത്ത കുടുംബങ്ങളുണ്ട് വെച്ചെങ്കിൽ
പ്രതിഷ്ഠാ ദിനം എന്നുള്ളതിൽ, അതായത് അവർക്ക് ഒന്നുകൂടി ശക്തിയാക്കുക എന്നുള്ളതാണ്. അന്നത്തെ ദിവസം അറിയുന്ന ഒരാളെ കൊണ്ടുവന്നിട്ട് കർമ്മം ചെയ്യുക, അല്ലെങ്കിൽ കുടിവെച്ച ആളോ അല്ലെങ്കിൽ മറ്റെന്തായാലും കൊണ്ടുവന്നിട്ട് അതിനെ ചെറിയ തോതിലായാലും അദ്ദേഹത്തിന്റെ ശക്തിനെ നിലനിർത്താനായിട്ട് നോക്കുക. അപ്പൊ തിരിച്ചും അദ്ദേഹത്തിന്റെ നിന്ന് കിട്ടുന്നത് എല്ലാ അനുഗ്രഹങ്ങളും നമുക്കുണ്ടായിരിക്കും. അപ്പോൾ മരണത്തിന് അതേപോലെ തന്നെ മറ്റുള്ളതായ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതയ്ക്കൊന്നും അവരാരും സമാധാനം പറയാനായിട്ട് കഴിയില്ല. മരണം അത് ജനിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കും, അത് ഉറപ്പാണ്. അതിനും തടുത്തു നിർത്താൻ പറ്റില്ല. മറ്റുള്ളതായ ബുദ്ധിമുട്ടുകളുകൊണ്ട് വരുന്ന രോഗങ്ങളെ ദുരിതങ്ങളെയൊക്കെ തടഞ്ഞു നിർത്താനായിട്ട് കഴിയും. അപ്പൊ ഇങ്ങനെ പല കുടുംബങ്ങളുണ്ട്. പല ഇത് വെച്ചിട്ടുള്ള ചാത്തനോ അല്ലെങ്കിൽ മറ്റു മടപതി മുഹൂർത്തത്തിലോ വെച്ചിട്ടുള്ള ഒട്ടനവധി കുടുംബങ്ങളുണ്ട്. അപ്പൊ എല്ലാവർക്കും വർഷാവർഷം ചെയ്യാൻ പറ്റാത്തവരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്കൊരു ഉദാഹരണമാണ്. ചെയ്യാൻ വൈകിയപ്പോൾ ഭഗവാൻ ഒന്നും ചെയ്തിട്ടില്ല, അദ്ദേഹത്തിനൊന്നും ചെയ്തിട്ടില്ല. അത് സഹിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിനൊപ്പം നിന്നു. വീണ്ടും അദ്ദേഹത്തിന് വേണ്ടി ഒരു ഫണ്ട്, ആരുടെ മനസ്സിലായാലും ഇവരുടെ ഒരു സഹായം കൊണ്ടൊന്നും നമുക്ക് കരുതാൻ പറ്റുന്നത്. കെട്ടി നോക്കുമ്പോൾ അവരുടെ മനസ്സ് കാരണം അതിനുപയോഗിക്കേണ്ടതാണ്. അങ്ങനെ ആ വീട്ടിലുള്ള എല്ലാവരും വീണുകൊണ്ടിരിക്കുക, കാരണമില്ല. അല്ലെങ്കിൽ അസുഖങ്ങൾ, അവർക്കുണ്ടായ രോഗങ്ങളൊക്കെ ഇരട്ടി മൂർച്ഛിച്ചു. അപ്പോഴാണ് അവർക്ക് സംശയം തോന്നിയത്. ഇതാ ചെയ്ത് നോക്കുമ്പോൾ അവർക്കുള്ളത് കൊടുത്തു നോക്കുമ്പോൾ സുഖമായി അവരുടെ ആ വിഷമാവസ്ഥയിൽ നിന്ന് അവർക്ക് കരയറാൻ പറ്റി. അപ്പോൾ എൻ്റെ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.